അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അൽഹംദുലില്ലാ, മദ്രസ ടൈം നിങ്ങളുടെയൊക്കെ പ്രാർത്ഥനയും പിന്തുണയൊക്കെ കൊണ്ട് 10 എപ്പിസോഡ് നമ്മൾ പൂർത്തീകരിച്ചിരിക്കുകയാണ്. അപ്പോൾ ഈ കഴിഞ്ഞ 10 എപ്പിസോഡിനുള്ളിൽ വന്ന ചില സംശയങ്ങൾ, എല്ലാ സംശയമല്ല, മറിച്ച് ഞാൻ പറയേണ്ടിയിരുന്നു എന്നിട്ട് മിസ്സായി പോയ ചില കാര്യങ്ങളിൽ നിന്നുണ്ടായ ചില സംശയങ്ങളും ആശങ്കകളൊക്കെ ദൂരീകരിക്കുക എന്നുള്ളതാണ് ഈ എപ്പിസോഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഞാൻ ആദ്യമായിട്ട് നിങ്ങളോട് ക്ഷമ ചോദിക്കുകയാണ്. കാരണം ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ ഇടപെടുമ്പോൾ, പ്രത്യേകിച്ച് ഇങ്ങനെ ഒരു വിഷയമൊക്കെ കൈകാര്യം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് പിന്നെ കമൻറ്റുകൾക്ക് പ്രതികരിക്കുക, മെസ്സേജുകൾക്ക് കൃത്യമായി മറുപടി നൽകുക എന്നുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയുമെന്ന് കരുതുന്നു. സമയക്കുറവ് അടക്കമുള്ള കാരണം കൊണ്ട്, പ്രത്യേകിച്ച് ഈ ഫേസ്ബുക്കിലൊക്കെ നമ്മൾ വിചാരിക്കുന്ന ആ ഒരു ഓർഡറിലൊന്നും ആയിരിക്കില്ല വരിക. ഒരു 10 കമൻറ്റ് വന്ന് പിന്നെ ആദ്യത്തെ ആ ഒരു ഓർഡറിലല്ലാതെ വരുമ്പോഴുള്ള പ്രയാസം, പിന്നെ കുറേ അധികം വരുമ്പോഴുള്ള ഒരു ബുദ്ധിമുട്ടൊക്കെയാണ് പലപ്പോഴും ആ രീതിയിൽ പ്രതികരിക്കാൻ കഴിയാതിരുന്നത്. അപ്പോൾ ഞാൻ ആദ്യം തന്നെ ആമുഖത്തിൽ സൂചിപ്പിച്ചിരുന്നു, ഇതൊക്കെ ഒരു തുടക്കമായിട്ട് കണ്ടിട്ട്, പഠനത്തിൻ്റെ ഒരു ആമുഖമായിട്ട് കണ്ടിട്ട് കൂടുതൽ അറിയാൻ നമ്മുടെ ബന്ധത്തിലുള്ള, നമ്മുടെ ചുറ്റുവട്ടത്തുള്ള ഒരുപാട് അറിവുള്ളവർ അവരെ ഉപയോഗപ്പെടുത്തി സംശയങ്ങൾ ദൂരീകരിക്കുകയായിരിക്കും ഏറ്റവും നല്ലതെന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ്. നമുക്ക് ഇന്ന് ഇൻഷാ അല്ലാഹ് അങ്ങനെയുള്ള, പ്രത്യേകിച്ച് ഈ കുളി, ജനാബത്ത് കുളിയൊക്കെയായി ബന്ധപ്പെട്ട വിഷയങ്ങളിലാണ് ധാരാളം സംശയങ്ങൾ വന്നിട്ടുള്ളത്. അപ്പം അതിനെക്കുറിച്ച് ചില സംശയങ്ങൾ ദൂരീകരിക്കാനാണ് ഇന്ന് ഉദ്ദേശിക്കുന്നത്. ഏതായാലും ഇൻഷാ അല്ലാഹ് ഒരു സംശയം, ഈ ജനാബത്ത് കുളി ഉണ്ടായിട്ട് കുളിക്കുന്നതിന് മുമ്പ് ഉറങ്ങുക, അതുപോലെ ഭക്ഷണം കഴിക്കുന്നതിനൊക്കെ പ്രശ്നമുണ്ടോ എന്നുള്ളതാണ്. ഞാൻ ഫത്ഹുൽ മുഈനിൽ നിന്നാണ് അത് നോട്ട് ചെയ്തിട്ടുള്ളത്. പിന്നെ ഫത്ഹുൽ മുഈനിൽ നിന്ന് തന്നെ വായിക്കാം. യുസന്നു ലി ജുനുബിൻ വ ഹായിദിൻ, ജനാബത്തുള്ളവർക്ക് പിന്നെ ഹൈദ് നിഫാസ് ഉള്ളവർക്ക് ഒക്കെ സുന്നത്താണ്. ഹൈദ് നിഫാസ് ഉള്ളവർക്ക് ബാദ ഇൻകിതാഇ ദമിഹിമ, അവരുടെ രക്തം നിലച്ചതിന് ശേഷം സുന്നത്താണ്. വസുലു ഫർജിൻ വവുദൂഉൻ, അവരുടെ ഗുഹ്യസ്ഥാനം കഴുകുക, വദു എടുക്കുക എന്നൊക്കെ ഉള്ളത് സുന്നത്താണ്. ലി നൗമിൻ വഅകിലിൻ വശുറുബിൻ, തിന്നുക, കുടിക്കുക, അതുപോലെ ഉറങ്ങുക എന്നുള്ളതിന് അവരുടെ ഗുഹ്യസ്ഥാനം കഴുകി വദു എടുക്കൽ സുന്നത്താണ്. തുടർന്ന് പറയുന്നു, വയുക്റഹു ഫിഅലു ശൈഇൻ മിൻ ദാലിക ബിലാ വദൂഇൻ, ഇതിലേതെങ്കിലും ഒന്ന്, ഈ 3 കാര്യത്തിൽ ഏതെങ്കിലും ഒന്ന് വദു ഇല്ലാതെ ചെയ്യൽ കറാഹത്താണ്. ഇത്രയാണ് പറഞ്ഞത്. നമ്മൾ ജനാബത്ത് ഉണ്ടായിട്ട് കുളിക്കുന്നതിന് മുമ്പ് ഉറങ്ങുകയോ തിന്നുകയോ കുടിക്കുകയൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ ഗുഹ്യസ്ഥാനം കഴുകിയിട്ട് വദു എടുക്കൽ സുന്നത്താണ്. വദു എടുക്കാതെ ഇവയൊക്കെ ചെയ്യൽ കറാഹത്തുമാണ്. അപ്പം വന്ന വേറൊരു സംശയം, എപ്പോഴാണ് കുളി നിർബന്ധമാകുന്നത്? ജനാബത്ത് ഉണ്ടായിട്ട് കുളി എപ്പോഴാണ് നിർബന്ധമാകുന്നത്? നിർബന്ധമാകുന്നത് ഒരു ഫർള് നിസ്കാരം പിന്നെ നമ്മൾ ഖളാ ആകുന്നതിൻ്റെ മുമ്പ്, ഇപ്പോൾ സുബ്ഹിക്കാണെങ്കിൽ അതിൻ്റെ ഒരു സമയം ബാക്കി വെച്ച സമയത്തിന് മുമ്പ് നിർവഹിക്കൽ നിർബന്ധമാണ്. അതും കഴിഞ്ഞ് പിന്തിക്കൽ, അപ്പോൾ ആ നിസ്കാരത്തിൻ്റെ സമയം കഴിഞ്ഞ് കുളിക്കാതിരിക്കുമ്പം ഹറാമ് വരും. ഇതിൽ വേറൊരു സുന്നത്താണ് മൂത്രമൊഴിച്ചതിന് ശേഷം കുളിക്കുക എന്നുള്ളത്. ജനാബത്തുള്ളവർ ഒന്ന് മൂത്രമൊഴിച്ചതിന് ശേഷം കുളിക്കുക എന്നുള്ളത് സുന്നത്താണ്. കാരണം അതിന് പറയുന്നത്, വല്ല സംശയം ഉണ്ടെങ്കിൽ പൂർണ്ണമായിട്ട് പോയി എന്നുള്ളത് ഉറപ്പ് വരുത്തുക എന്നുള്ളതാണ്. പലരും ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ കുളിയുടെ നിർബന്ധങ്ങൾ, കുളി നിർബന്ധമാകുന്ന കാര്യങ്ങൾ പറഞ്ഞപ്പോൾ, ഒന്നാമത് പറഞ്ഞ ശുക്ലസ്ഖലനം, മനീ ഉറപ്പെടൽ പറഞ്ഞപ്പോൾ പലരും അതിൻ്റെ കമൻറ്റിൽ വന്ന് പറഞ്ഞിരുന്നു ഇതിനെക്കുറിച്ച് കൂടുതൽ വിശദീകരിച്ചില്ല. അതിൻ്റെ വിശദീകരണം ഇത്രയേ ഉള്ളൂ, മനഃപൂർവ്വമാകട്ടെ അല്ലാതാകട്ടെ, ഉറക്കിലാവട്ടെ ഉണർവിലാകട്ടെ, ശുക്ലം പുറപ്പെട്ടാൽ, ശുക്ലം സ്ഖലിച്ചാൽ കുളി നിർബന്ധമാണ്. പിന്നെ വന്ന സംശയം, ഇത് മനിയ് മതിയ് വതിയ് ഇവ തമ്മിലുള്ള ഒരു പിന്നെ ഏതാണ് മനിയ് എന്നൊക്കെയുള്ള പ്രൈവറ്റ് മെസ്സേജിൽ നിന്ന് എനിക്ക് മനസ്സിലായ സംഭവമാണ്. കുളിച്ചൊക്കെ കഴിഞ്ഞ് വന്നിട്ട് പിന്നെയും ഒരു നനവ് അനുഭവപ്പെടുന്നു എന്നൊക്കെ ഉള്ളത്. അപ്പോൾ ആ വിഷയത്തിലൊക്കെ നേരത്തെ എങ്ങനെ മനിയ് മറ്റേതിൽ നിന്ന്, ശുക്ലം മറ്റുള്ളവയിൽ നിന്ന് വ്യത്യസ്തമാകുന്നതിനെ കുറിച്ച് ഫിഖിയിൽ പറഞ്ഞ കാര്യങ്ങൾ നമ്മൾ അവിടെ പറഞ്ഞിരുന്നു. ഇനിയും ആ വിഷയങ്ങൾ മനസ്സിലാക്കിയാൽ തീരാവുന്നതേ ഉള്ളൂ അതുമായിട്ട് ബന്ധപ്പെട്ട ആശങ്കകൾ. പിന്നെ മറ്റൊരു ആശങ്ക ചോദിച്ചിട്ടുള്ളത്, കുളിക്കുന്നതിന് മുമ്പ് നഖം മുറിക്കുക, പിന്നെ അതുപോലെ തന്നെ മുടി കളയുക, അതിനൊക്കെ പ്രശ്നമുണ്ടോ എന്നുള്ളതാണ്. അതും ഫത്ഹുൽ മുഈനിൽ തുടർന്ന് പറയുന്ന ഒരു കാര്യമാണ്. വയംബായി അല്ല യുസീലു ഖബിലൽ ഉസ്ലി ശഅറൻ ഔ ളുഫറൻ വകദാ ദമൻ, നഖം, മുടി എന്നിവ, അതുപോലെ തന്നെ ബ്ലഡ്, രക്തവും കുളിക്കുന്നതിന് മുമ്പ് നീക്കം ചെയ്യാതിരിക്കൽ ശ്രദ്ധിക്കേണ്ടൽ അത്യാവശ്യമാണ്. ലി അന്ന ദാലിക യരിദു ഫിൽ ആഖിറത്തി ജുനുബ, കാരണം നമ്മൾ കുളിക്കുന്നതിന്റെ മുമ്പ് അങ്ങനെ ഒരു മുടി നീക്കം ചെയ്താൽ അത് ആഖിറത്തിൽ ജനാബത്തുള്ളതായിട്ട് വരും. അപ്പോൾ അത് നീക്കം ചെയ്യുന്നതിന് മുമ്പ് കുളിക്കൽ അത്യാവശ്യമാണെന്ന് കാണാം. പിന്നെ വേറൊരു സംശയം, നേരത്തെ നമ്മൾ വുളൂവിനെ കുറിച്ച് പറഞ്ഞെടുത്തും ഔറത്ത് മറക്കുക എന്നൊക്കെയുള്ള പറഞ്ഞപ്പം അവിടെ വുളൂ ചെയ്യുന്ന സമയത്ത് ഔറത്ത് മറക്കാതെ വുളൂ ചെയ്താൽ വുളൂ ശരിയാവുമോ? അതുപോലെ ഇവിടെ കുളിക്കുമ്പം ഔറത്ത് മറക്കൽ നിർബന്ധമൊക്കെ ഉണ്ടോ എന്നുള്ള കുറേ സംശയം. ഈ ഭാഗത്ത് തന്നെ ഫത്ഹുൽ മുഈനിൽ പറഞ്ഞിട്ടുണ്ട്, ഒരു ആവശ്യം ഉണ്ടെങ്കിൽ പിന്നെ ആരുമില്ലാത്ത
ഒറ്റപ്പെട്ട സ്ഥലത്താണെങ്കിൽ, മറ്റുള്ളവരുടെ മുന്നിലാകുമ്പം ഔറത്ത് മറക്കൽ നിർബന്ധമാകും. അങ്ങനെ അല്ലാത്തടത്ത് ഒരാവശ്യം ഉണ്ടെങ്കിൽ മറക്കാതിരിക്കൽ ജായിസ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം മറക്കലാണ് ഏറ്റവും അഫ്ളല് എന്ന് ഉണർത്തുന്നതോടൊപ്പം അത് മറക്കാതിരിക്കുന്നത് കൊണ്ട്, ഔറത്ത് മറക്കാതിരിക്കുന്നത് കൊണ്ട് ശരിയാകാതിരിക്കുക പോലത്തെ വിഷയങ്ങൾ വരുന്നില്ല എന്നുകൂടി ഓർമ്മപ്പെടുത്തുന്നു. ആ ഔറത്ത് മറക്കലുമായിട്ട് ബന്ധപ്പെട്ടിട്ട് നേരത്തെ നമ്മൾ ഒരു സംശയം ചോദിച്ചിരുന്നു. ഒരാളെ ചോദിച്ചുള്ളൂ, എന്നാലും ഞാൻ പറയേണ്ടിയിരുന്നു, എന്നിട്ട് ഞാൻ അത് വേണ്ട രീതിയിൽ പരിഗണിച്ചില്ല എന്നുള്ളത് കൊണ്ട് പറയാണ്. അയാൾ ചോദിച്ച സംശയം ഇതാണ്: ഇടയിൽ, നിസ്കാരത്തിന്റെ ഇടയിൽ എപ്പോഴെങ്കിലും കുറച്ച് സമയം ഔറത്ത് കണ്ടുപോയാൽ പ്രശ്നമുണ്ടോ എന്നുള്ളത്. ഈ ഷർത്തിന്റെ ഒരു പ്രത്യേകത, അത് നിസ്കാരം തീരുവോളം വേണം, ഫസ്റ്റ് ടു ലാസ്റ്റ് ശ്രദ്ധിക്കണം. ഇപ്പം ഒലു നിസ്കാരത്തിന്റെ ഒരു ഷർത്താണല്ലോ, അപ്പോൾ അവസാന ടൈമിലാണ് ഒലു മുറിയുന്നതെങ്കിലും നിസ്കാരം മൊത്തം ബാത്തിലാവും. അതുപോലെ ഏതെങ്കിലും ഒരു മൊമെന്റിലാണ് ഈ രീതിയിൽ ഔറത്ത് കാണുന്നെങ്കിൽ, ഇപ്പം വളരെ സങ്കടം, പള്ളിയിലേക്ക് കയറുമ്പോൾ ചിലപ്പോൾ ടെൻഷനാവും. ചിലരൊക്കെ സുജൂദിൽ പോകുന്ന സമയത്ത് നമ്മുടെ പാൻ്റൊക്കെ ഇടുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത്, നമ്മുടെ പുരുഷന്മാരുടെ ഔറത്ത് മുട്ട് പൊക്കിളിന്റെ ഇടയിലാണല്ലോ. പാൻ്റ് നമ്മൾ പലപ്പോഴും പൊക്കിളിന്റെ മുകളിൽ കയറ്റി വെച്ചാൽ തന്നെ പിന്നെ പലർക്കും അതൊന്നും കഴിയില്ല, കുറച്ച് താഴ്ട്ടുണ്ടാകുക. എല്ലാ ഭാഗത്തും ശ്രദ്ധിക്കണം. അപ്പം കയറ്റി വെച്ചാൽ തന്നെ റുക്കൂവിലും സുജൂദിലൊക്കെ പോകുമ്പം പിറകുന്ന് കുറച്ച് ബേക്കോട്ട് പോകുന്ന ഒരു അവസ്ഥയുണ്ട്. അപ്പോൾ അതുകൊണ്ട് നിസ്കാരം ശരിയാകാത്തൊരവസ്ഥ വരും. അപ്പോൾ നമ്മുടെ ഉസ്താദ്മാരൊക്കെ അതിന് പറയാറുള്ളത്, കുറച്ച് ടൈറ്റും കുറച്ച് ഇറക്കമൊക്കെ ഉള്ള ഒരു ബനിയനിട്ട് ഇന്നാക്കിയാൽ, ഈ ഒരു ഇൻ ചെയ്താൽ ആ ഒരു അവസ്ഥ വരാറില്ലെന്ന് പറയുന്നത്. അപ്പോൾ അക്കാര്യം കൂടി ഉണർത്താൻ ഈ സമയം ഉപയോഗപ്പെടുത്തുകയാണ്. പിന്നെ വേറെ അവിടെയും ഇവിടെയൊക്കെ വന്നൊരു സംശയമാണ്, നമ്മൾ ഫർള് കുളിക്ക് ഉപയോഗിച്ച അല്ലെങ്കിൽ ഫർളായ വുളുവിന് ഉപയോഗിച്ച വെള്ളം നമ്മളൊരു ബക്കറ്റിലെ വെള്ളത്തിൽ വീണാൽ ആ വെള്ളം പിന്നെ കുളിക്കാൻ ഉപയോഗിക്കാൻ പറ്റുമോ എന്നുള്ളത്. നമ്മൾ വുളുവിൻ്റെ തഹൂറായ വെള്ളം എന്നുള്ളിടത്ത് പറഞ്ഞിരുന്നു. തഹൂർ എന്ന് പറഞ്ഞാൽ സ്വയം ശുദ്ധിയുള്ളതും മറ്റുള്ളതിനെ ശുദ്ധീകരിക്കാൻ കഴിയുന്നതും ആവണം. അവിടെ ചിലത് നമ്മൾ പുറത്താക്കി വന്നു, മുത്തനജിസ്, നജസ് ഉള്ളത് പറ്റൂല, അതുപോലെ ത്വാഹിർ പറ്റൂല. അവിടെ പുറത്താക്കി വന്നായിരുന്നു മുസ്താമലായ വെള്ളം എന്ന് വെച്ചാൽ ഒരു ഫർളിന് ഉപയോഗിച്ച വെള്ളം ഒരു കുറഞ്ഞ വെള്ളത്തിൽ, 2 കുല്ലത്തില്ലാത്ത വെള്ളത്തിൽ ആയാൽ അത് മുസ്താമലാകും. അപ്പോൾ ഒരു വളരെ കുറഞ്ഞ ഒരു തുള്ളി ഉറ്റിയത് കൊണ്ടൊന്നും ആ രീതിയിൽ മുസ്താമലാകുന്നില്ല. അതിൻ്റെ ഒരു കണക്ക് പിന്നെ ഫുഖാക്കൾ പറയുന്നത്, പിന്നെ തെറിച്ചത് വേറൊരു വസ്തുവാണെന്ന് കരുതുക, എന്നിട്ട് ആ വെള്ളം കൊണ്ട് ആ ബക്കറ്റിലുള്ള വെള്ളം തയ്യാറാകുന്നുണ്ടെങ്കിൽ, അതിന് വ്യത്യാസം, നിറ വ്യത്യാസം അല്ലെങ്കിൽ മണ വ്യത്യാസം, രുചി വ്യത്യാസം വരുന്ന പരിധിയിലുണ്ടെങ്കിൽ അതുകൊണ്ട് പറ്റൂല എന്നുള്ളതാണ് അതിൻ്റെ ഒരു പൂർത്തിയാക്കിയത്. ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. കുറഞ്ഞ ബക്കറ്റിലാകുമ്പോഴാണ് ഈ വിഷയം വരുന്നത്. 2 കുല്ലത്തിൽ കൂടുതലാണെങ്കിൽ ഇങ്ങനെ ഒരു കാര്യം വരുന്നില്ല. അപ്പോൾ കുറഞ്ഞ ബക്കറ്റിൽ വളരെ കുറഞ്ഞൊരു തുള്ളി ഉറ്റി എന്നതുകൊണ്ട് വെള്ളം മുസ്താമലാകൂല. ഈ രീതിയിൽ ആകുമ്പോഴാണ്, എന്ന് വെച്ച് കുറേ കുറ്റിയാലേ ആകൂ എന്ന് പറഞ്ഞ് അവിടെ ഇങ്ങനെ ധൈര്യം സംഭരിക്കാൻ വേണ്ടിയോ അല്ല, സൂക്ഷ്മത നശിപ്പിക്കാൻ വേണ്ടിയോ അല്ല ഞാൻ പറഞ്ഞത്. ഈ രീതിയിൽ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ്. അപ്പോൾ കുളിയൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടിട്ട് ഒരുപാട് സംശയങ്ങൾ ഇതല്ലാത്തതും ഞാൻ കണ്ടതന്നെ ഉണ്ട്. അപ്പോൾ ഇക്കാര്യങ്ങളൊക്കെ ഞാൻ പറയേണ്ടിയിരുന്നൊരു സംഭവമാണ്, അങ്ങനെ വിട്ടുപോയത് കൊണ്ട് ചേർത്ത് വെച്ചതാണ്. പിന്നെ ഇതല്ലാത്തത് കുളിയും നോമ്പുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, പിന്നെ അങ്ങനെ കുറേ കാര്യങ്ങൾ പിന്നെയും ചോദിക്കുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് നിങ്ങളുടെ നമുക്കറിവുള്ള, നമ്മുടെ കോണ്ടാക്റ്റിലുള്ള അറിവുള്ളവരെ ഉപയോഗപ്പെടുത്തി സംശയങ്ങൾ ദൂരീകരിക്കാൻ ശ്രമിക്കുക. ഒരു കാര്യം കൂടി ഉണർത്താനുള്ളത്, ധാരാളം ആൾക്കാർ വാട്സപ്പ് ഗ്രൂപ്പ് അതുപോലെ പിന്നെ മെസ്സേജ് അയച്ചു തരാനൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പം ആ കാര്യത്തിൽ എനിക്കൊരു സജഷൻ പറയാനുള്ളത്, നിങ്ങൾക്ക് പറ്റുമെങ്കിൽ നിങ്ങളുടെ മൊബൈലിലൊരു യൂട്യൂബ് വീഡിയോ ഡൗൺലോഡറോ അല്ലെങ്കിൽ ഫേസ്ബുക്കിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യാൻ കഴിയുന്ന ഒരു ഡൗൺലോഡറോ ഉണ്ടെങ്കിൽ നിങ്ങൾ തന്നെ ഡൗൺലോഡ് ചെയ്തെടുക്കലായിരിക്കും ഗ്രൂപ്പിനേക്കാളൊക്കെ നല്ലതെന്നാണ് എൻ്റെ അഭിപ്രായം. കാരണം ഇത് എത്ര കാലം തുടരുന്നോ, അല്ലെങ്കിൽ ഇത് ഗ്രൂപ്പൊക്കെ ആകുമ്പോൾ വേറെ പല ചർച്ചകളും വന്ന് ആ രീതിയിലാകും. ഗ്രൂപ്പ് പലരും ചെയ്യുന്നുണ്ട്, ഞാനല്ല, വേറെ പലരും ചെയ്യുന്നുണ്ട്. അള്ളാഹു അവർക്ക് അർഹമായ പ്രതിഫലം നൽകുമാറാകട്ടെ, ആമീൻ. അപ്പം ഗ്രൂപ്പൊക്കെ ചെയ്യുന്നുണ്ട്, ഒന്നുകിൽ അവരുമായിട്ട് ബന്ധപ്പെട്ട് ആ രീതിയിൽ ചെയ്യാം. എനിക്ക് പറയാനുള്ളൊരു സജഷൻ, നിങ്ങൾ ഡൗൺലോഡ് ചെയ്യായിരിക്കും ഒന്നുകൂടി ഏറ്റവും നന്നാകുക. പിന്നെ നേരത്തെ പറഞ്ഞതുപോലെ നിങ്ങൾക്ക് ഉപകാരപ്പെടുമെങ്കിൽ യൂട്യൂബിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നത് തീർച്ചയായും ഉപകാരപ്പെടും. കാരണം പിന്നീട് എപ്പോഴെങ്കിലും നിങ്ങൾക്ക് ആവശ്യം വന്നിട്ട്, ഇപ്പോൾ തയമ്മുമിൻ്റെ കാര്യം അല്ലെങ്കിൽ കുളികേണ്ട കാര്യം ഒക്കെ നിങ്ങൾക്ക് പിന്നീട് ഒരു റമദാനിലൊക്കെ ആവശ്യം വരുന്നെങ്കിൽ നിങ്ങൾ യൂട്യൂബിൽ സബ്സ്ക്രൈബർ ലിസ്റ്റിൽ നെറ്റ് ഉണ്ടെങ്കിൽ അത് കിട്ടുന്ന രീതിയിൽ നിങ്ങൾക്ക് നല്ലത് ആ രീതിയാണ്. ഇൻഷാ അല്ലാഹ് ഏതായാലും അള്ളാഹു ഹൈർ പ്രദാനം ചെയ്യുമാറാകട്ടെ. നന്മ പറയാനും കേൾക്കാനുമുള്ള തൗഫീക്കും അവസരവും അള്ളാഹു ഒരുപാട് നൽകുമാറാകട്ടെ. ഉപകാരപ്രദമായ അറിവ് അള്ളാഹു പ്രദാനം ചെയ്യുമാറാകട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും.